വെൽക്കം ടു ഇഫെക്ട്സ് ഗൈഡ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിങ്ങിൽ യൂസ് ചെയ്യുന്ന ഇവന്റ് ഹാൻഡ്ലിംഗ് എന്ന ടോപ്പിക്കിനെ പറ്റിയാണ്. ഓക്കെ, ഇവന്റ് ഹാൻഡ്ലിംഗ് ഇൻ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് നോക്കാനുള്ളത് ഇവന്റ്സ് എന്താണെന്നുള്ളത്. ഓക്കെ, എന്താണ് ഇവന്റ്സ്? ഓക്കെ, അപ്പോൾ എന്താണ് ഇവന്റ്സ്? ഇവന്റ്സ് ഈസ് എൻ ആക്ഷൻ. ഓക്കെ, ഇവന്റ് എപ്പോഴും ഒരു ആക്ഷൻ ആയിരിക്കും. ഈസ് ആൻ ആക്ഷൻ. ഇവന്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ആക്ഷൻ ആയിരിക്കും. എപ്പോഴാണ് ഒരു ഇവന്റ് ജനറേറ്റ് ചെയ്യുന്നത്? ഒരു ഇവന്റ് എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഒരു യൂസർ ഒരു യൂസർ ഒരു ആപ്ലിക്കേഷനുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്താണ് ഒരു ഇവന്റ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരു യൂസർ ഒരു ആപ്ലിക്കേഷൻ, ഒരു മൊബൈൽ ആപ്ലിക്കേഷനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എപ്പോഴും ഒരു ഇവന്റ് ജനറേറ്റ് ചെയ്യും. ഓക്കെ, എപ്പോഴാണ് a user interacts with a mobile app. ഓക്കെ, ഒരു യൂസർ ഒരു മൊബൈൽ ആപ്ലിക്കേഷനുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്താണ് നമുക്കൊരു ഇവന്റ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവന്റ്സ് എന്താണെന്നുള്ളത് നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ രണ്ട് തരത്തിലുള്ള മെയിൻ ഇവന്റുകളാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, രണ്ട് തരത്തിലുള്ള മെയിൻ ഇവന്റ് ആണ് നോക്കേണ്ടത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വണ് ക്ലിക്ക് ഇവന്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് വണ് ക്ലിക്ക് ഇവന്റ്. രണ്ടാമത്തത് ടാപ്പ് ഇവന്റ് ആണ്. ടാപ്പ് ഇവന്റ്. സെക്കൻഡ് വണ് ടാപ്പ് ഇവന്റ്. അപ്പോൾ നമുക്കിവിടെ ക്ലിക്ക് ഇവന്റ് എന്താണെന്നുള്ളത് നോക്കാം. ക്ലിക്ക് ഇവന്റ് എപ്പോഴും ആക്ട് ചെയ്യുന്നത് എപ്പോഴാണ്? യൂസർ നമ്മുടെ ആപ്ലിക്കേഷനിലുള്ള ഏതെങ്കിലും ഒരു ടൂൾ ഒരു തവണ പ്രസ് ചെയ്യുക അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് ക്ലിക്ക് ഇവന്റ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, യൂസർ ക്ലിക്സ് വൺ ടൈം. ഓക്കെ, ഒരു തവണ സ്ക്രീനിലുള്ള ഏതെങ്കിലും ഒരു ടൂളിന്റെ മുകളിൽ ഒരു തവണ പ്രസ് ചെയ്യുന്ന സമയത്താണ് ക്ലിക്ക് ഇവന്റ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴാണ് നമുക്ക് ടാപ്പ് ഇവന്റ് വർക്ക് ചെയ്യുന്നത്? ടാപ്പ് ഇവന്റ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ യൂസർ നമ്മുടെ ആപ്ലിക്കേഷൻ സ്ക്രീനിൽ ഒന്നിൽ കൂടുതൽ തവണ കണ്ടിന്യൂസ്ലി പ്രസ് ചെയ്ത് പിടിക്കുക. ഓക്കെ, 1, 2, 3 സെക്കൻഡുകൾ കണ്ടിന്യൂസ്ലി പ്രസ് ചെയ്ത് പിടിക്കുക. ആ സമയത്താണ് നമുക്ക് ടാപ്പ് ഇവന്റ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, കണ്ടിന്യൂസ്ലി പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന സമയത്താണ് നമുക്ക് ടാപ്പ് ഇവന്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് ഇവന്റുകളും നമ്മൾ പ്രോഗ്രാമിലൂടെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്നുള്ളത് നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ക്ലിക്ക് ഇവന്റ് ആണ്. ക്ലിക്ക് ഇവന്റ് നമ്മൾ എങ്ങനെയാണ് പ്രോഗ്രാമിലൂടെ കൊടുക്കുന്നത്? ഒരു ബട്ടൺ ആണ് പ്രസ് ചെയ്യുന്നത് എനിക്ക്. അപ്പോൾ എപ്പോഴും ഒരു ഐ ഡി ഉണ്ടാവും. ഞാനിപ്പോൾ ഒരു ബട്ടൺ BTN എന്നാണ് കൊടുക്കുന്നത്. BTN. അപ്പോൾ ബട്ടൺ ആണെങ്കിൽ നമുക്ക് അതിനൊരു ആക്ഷൻ ഉണ്ടാവും. ആ ആക്ഷന്റെ പേരാണ് സെറ്റ് ഓൺ ക്ലിക്ക് ലിസണർ. ഓക്കെ, സെറ്റ് ഓൺ ക്ലിക്ക് ലിസണർ. അപ്പോൾ ബട്ടൺ സെറ്റ് ഓൺ ക്ലിക്ക് ലിസണർ. ഓക്കെ, ഇതാണ് നമ്മുടെ ഓൺ ക്ലിക്ക് ഇവന്റ് കണക്ട് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ. അപ്പോൾ ഇതിനൊരു കേളി ബ്രാക്കറ്റ് ഉണ്ടാവും. ഈ കേളി ബ്രാക്കറ്റിലാണ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ആക്ഷൻസ് ആണ് അവിടെ പെർഫോം ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, കേളി ബ്രാക്കറ്റ് നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്യാം. ഈ രീതിയിലാണ് നമ്മുടെ ക്ലിക്ക് ഇവന്റ് വർക്ക് ചെയ്യുന്നത്. BTN അല്ലെങ്കിൽ ഏത് കൺട്രോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്താണോ നമ്മുടെ കോഡ് വർക്ക് ചെയ്യേണ്ടത് അതിന്റെ ID കണക്ട് ചെയ്യുക. ശേഷം സെറ്റ് ഓൺ ക്ലിക്ക് ലിസൺ. ഓക്കെ, ഈ ഒരു ബോഡിയിലാണ് നമ്മുടെ കാര്യങ്ങൾ കൊടുക്കുന്നത്. ഇവിടെ നമ്മളൊരു BTN എന്ന് കൊടുത്തിട്ടുണ്ട്. BTN എന്ന് പറയുന്നത് ഒരു ബട്ടൺ, സ്ക്രീനിലുള്ള ഒരു ബട്ടൺ. ഇതൊരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ, ആപ്ലിക്കേഷന്റെ സ്ക്രീൻ ആണെങ്കിൽ നമ്മൾ ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഒരു ബട്ടൺ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ബട്ടന്റെ ID ആണ്, ബട്ടൺ നമ്മൾ കൊടുക്കുന്ന ID ആണ് നമ്മളിവിടെ BTN എന്നുള്ള രീതിയിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് താഴെ ടെക്സ്റ്റ് ബോക്സ് ആണെങ്കിൽ, താഴെയുള്ളത് മറ്റൊരു ടെക്സ്റ്റ് ബോക്സ് ആണെങ്കിൽ ടെക്സ്റ്റ് ബോക്സിന് ID ഉണ്ടാവും. നമുക്ക് ടെക്സ്റ്റ് ബോക്സ് ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് ആക്ഷൻ വർക്ക് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ബോക്സിന്റെ ID ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത് ബട്ടന്റെ ID ആണ്. അപ്പോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും ഓൺ ക്ലിക്ക് ലിസണർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ടാപ്പ് ഇവന്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ടാപ്പ് ഇവന്റ്. ഇപ്പോൾ സ്ക്രീനിൽ നമുക്ക് ഒരു ബട്ടണും ഒരു ടെക്സ്റ്റ് ബോക്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ബട്ടൺ ടാപ്പ് ചെയ്യുന്ന സമയത്ത്, ബട്ടൺ കണ്ടിന്യൂസ്ലി പ്രസ് ചെയ്യുന്ന സമയത്ത്, പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കും. ഈ സമയത്താണ് നമുക്ക് ടാപ്പ് ഇവന്റ് ട്രിഗർ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എങ്ങനെയാണ് കോഡ് ചെയ്യുന്നത് നോക്കാം.
ഓക്കെ, ഇപ്പോൾ ബട്ടൻ്റെ ഐ ഡി എന്ന് പറയുന്നത് BTN ആണ്. BTN എന്നാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് BTN, അതായത് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്തുള്ള ടാപ്പ് ഇവന്റ് നോക്കാം. ഓക്കെ, ഇപ്പോൾ BTN ഡോട്ട് സെറ്റ് ഓൺ ലോങ് ക്ലിക്ക് ഇവന്റ് ആണ്. നേരത്തെ നമ്മൾ ഓൺ ക്ലിക്ക് ഇവന്റ് ആണ് യൂസ് ചെയ്തത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ലോങ് ക്ലിക്ക് ഇവന്റ് ആണ്. ലോങ് ക്ലിക്ക് ലിസണർ. കേളി ബ്രാക്കറ്റ് ഉണ്ടാവും. ആ കേളി ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ്, ബോഡി ആയിട്ടാണ് നമ്മൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കേണ്ടത്. ഓക്കെ, ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്ന, ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന സമയത്ത്, ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ആക്ഷൻ ആണോ നടക്കേണ്ടത് അത് ഈ ഒരു ഭാഗത്താണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ശേഷം നമ്മൾ കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നമുക്ക് ഒരു റിട്ടേണിംഗ് ഉണ്ടാവും. ഓക്കെ, റിട്ടേൺ. അത് നമ്മൾ പരമാവധി ട്രൂ ആയിട്ട് കൊടുക്കാം. ട്രൂ എന്നാൽ മാത്രമേ നമുക്ക് എന്താവുള്ളൂ, ഈ ഓൺ ക്ലിക്ക് ലോങ് ക്ലിക്ക് ലിസണർ എന്നുള്ള ആ ഒരു ഇവന്റ് വർക്ക് ചെയ്യുള്ളൂ. ഇനി നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പ്രോഗ്രാമിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിലേക്ക് കടക്കാം. ആദ്യം ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇനി ക്രിയേറ്റ് ന്യൂ പ്രൊജക്റ്റ്. നമുക്ക് empty ആക്ടിവിറ്റി സെലക്ട് ചെയ്യാം. ശേഷം ഇവിടെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ പ്രൊജക്റ്റ് കോൺഫിഗർ ചെയ്യാനുള്ള വിൻഡോ നമുക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊജക്റ്റിന്റെ പേര് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിന്റെ പേര് ഇവന്റ് ഹാൻഡ്ലിംഗ് ആപ്പ് 1 എന്ന് കൊടുക്കാം. ഓക്കെ, ഇവന്റ് ഹാൻഡ്ലിംഗ് ആപ്പ് 1. ഇവന്റ് ഹാൻഡ്ലിംഗ് ആപ്പ് 1. ഇപ്പോൾ സേവിങ് ലൊക്കേഷൻ, അതുപോലെ തന്നെ പ്രൊജക്റ്റ് പാക്കേജ് നെയിം, ഇതൊക്കെ ഇവിടെ ഉള്ളത് തന്നെ ഇരുന്നോട്ടെ. ഇതിലൊന്നും തൽക്കാലം നമ്മൾ മാറ്റം വരുത്തുന്നില്ല. ലാംഗ്വേജ് കോട്ട്ലിൻ ആണ്. മിനിമം SDK ജെല്ലി ബീൻ തന്നെയാണ്. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ റെക്കമെൻഡ് ചെയ്യുന്ന മോഡൽ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല. ഫിനിഷ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ പ്രൊജക്റ്റ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിലേക്ക് ലോഡാകുന്നുണ്ട്. ഫുള്ളി ലോഡാകുന്നത് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ലോഡാകുന്ന പ്രോസസ്സൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓരോ പ്രോസസ്സായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഗ്രാഡിൽ ബിൽഡ് ആകുന്നുണ്ട്. ഗ്രാഡിൽ ബിൽഡ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ അതിന്റെ പ്രോഗ്രസ് ആയിട്ട് ലോഡിങ്, ആൻഡ്രോയിഡ് സ്റ്റുഡിയോ പ്രൊജക്റ്റ് ലോഡിങ് ആണ്. ഇതൊക്കെ ഫിനിഷ് ആയതിനു ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ പ്രൊജക്റ്റ് കോഡിങ്ങിലേക്കും അതുപോലെ തന്നെ ഇതിലേക്കൊക്കെ തിരിയേണ്ടത്. പ്രൊജക്റ്റ് ലോഡാകുന്ന പ്രോസസ്സ് കമ്പാരിറ്റീവ്ലി കുറച്ച് ടൈം കൺസ്യൂമിങ് തന്നെയായിരിക്കും. അതിന്റെ ഓരോ സ്റ്റെപ്പ് നമുക്കിവിടെ കാണാൻ പറ്റും. താഴെ നമുക്ക് ഇവിടെ മൗസ് പോയിന്റർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇൻഡെക്സിങ്, അതുപോലെ തന്നെ സ്കാനിങ്, ഫയൽ ഇൻഡെക്സിങ്, ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് നമുക്ക് അവിടെ റണ്ണായിക്കൊണ്ടിരിക്കുകയാണ്. ലെഫ്റ്റ് സൈഡിൽ ഡെമൺ സ്റ്റാർട്ടഡ് സക്സസ്ഫുള്ളി, ഈ രീതിയിലുള്ള മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിലേക്ക് ലോഡായി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഡിസൈനിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഡിസൈനിങ് ഫയലൊന്ന് എടുത്തു വെക്കാം. ആക്ടിവിറ്റി main.xml. ഓക്കെ, ഡിസൈനിങ് സ്ക്രീനൊക്കെ നന്നായിട്ട് ഇനീഷ്യലൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അവിടെ നമുക്ക് ഹലോ വേൾഡ് empty ആക്ടിവിറ്റി എടുത്തതുകൊണ്ട് തന്നെ ഹലോ വേൾഡ് എന്നുള്ള നമ്മുടെ ഡിഫോൾട്ട് ടെക്സ്റ്റ് വ്യൂ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് ആദ്യം നമ്മുടെ ആൻഡ്രോയിഡ് കോട്ട്ലിൻ എക്സ്റ്റൻഷൻ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗ്രാഡിൽ സ്ക്രിപ്റ്റിൽ ബിൽഡ് ഗ്രാഡിൽ മോഡ്യൂൾ ആ ഒരു സെക്ഷൻ എടുക്കുക. ശേഷം നമ്മുടെ പ്ലഗിൻസിൽ ID കോട്ട്ലിൻ ആൻഡ്രോയിഡ്, ഈ കാണുന്ന ലൈൻ ഒന്ന് കോപ്പി ചെയ്യുക. ശേഷം താഴെ അടുത്ത ലൈനായിട്ട് അത് പേസ്റ്റ് ചെയ്യുക. ഇനി നമുക്ക് ആൻഡ്രോയിഡ് കോട്ട്ലിൻ എക്സ്റ്റൻഷൻ കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പേസ്റ്റ് ചെയ്ത ലൈനിൽ -extensions ഇത്രയും കൊടുത്തതിന് ശേഷം അതൊന്ന് സിങ്ക് കൊടുക്കുക. മുകളിൽ കാണുന്ന ലൈനിൽ നമ്മൾ സിങ്ക് നൗ, അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പുതിയ പ്ലഗിൻ നമ്മുടെ ഈ ഗ്രാഡിലുമായിട്ട് സിങ്ക് ആകുന്ന സ്റ്റെപ്പാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഓക്കെ, ഇപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്ന പ്ലഗിൻ നമ്മുടെ പ്രൊജക്റ്റുമായിട്ട് കംപ്ലീറ്റ് കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി ആ ഒരു ഫയൽ നമുക്ക് ക്ലോസ് ചെയ്യാം. ശേഷം നമുക്ക്
നമ്മുടെ ആക്ടിവിറ്റി മെയിനിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇനി നമുക്ക് ഡിസൈനിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഡിസൈനിങ്ങിൽ ഞാനൊരു ടൈറ്റിൽ കൊടുക്കുന്നുണ്ട്. ആ ടൈറ്റിലിന് ശേഷമാണ് നമ്മുടെ മറ്റ് ഡിസൈൻ, അതായത് നമ്മളിപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒന്ന് ക്ലിക്ക് ഇവന്റ്, അതുപോലെ തന്നെ നമ്മുടെ ടാപ്പിംഗ്. ഈ രണ്ട് കാര്യങ്ങൾ ആണ് നമ്മൾ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈറ്റിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ടെക്സ്റ്റ് വ്യൂ എടുത്തിട്ട് മുകളിലേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. മുകളിൽ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് അതിന്റെ സൈസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ അതിന്റെ മുകളിലുള്ള കണ്ടന്റ് ഹലോ വേൾഡ് എന്നാണ് ഉള്ളത്. അതിന് പകരം നമുക്ക് ഇവന്റ്സ് ആപ്പ് 1 അല്ലെങ്കിൽ ഇവന്റ്സ് ആപ്പ് എന്നുള്ള ആ ഒരു പേരിലേക്ക് മാറ്റാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ടെക്സ്റ്റ് വ്യൂ സെലക്ട് ചെയ്യുക. ശേഷം അതിന്റെ ടെക്സ്റ്റ് ആട്രിബ്യൂട്ട് സെക്ഷനിൽ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക. ഹലോ വേൾഡ് ആണ് ഇപ്പോൾ ഉള്ളത്. അതിന് പകരം ഇവന്റ്സ് ആപ്പ് നോക്കാം. ഇവന്റ്സ് ആപ്പ് അല്ലെങ്കിൽ ഇവന്റ് ഹാൻഡ്ലിംഗ് ആപ്പ്. ഇവന്റ് ഹാൻഡ്ലിംഗ് ആപ്പ്. അപ്പോൾ അത് നമുക്ക് ലെഫ്റ്റ് ടോപ്പ് കോർണറിലാണ് കണ്ടന്റ് കാണുന്നത്. അപ്പോൾ നമുക്കതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിന്റെ ഒരു അലൈൻമെന്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഗ്രാവിറ്റി എന്നുള്ള ആട്രിബ്യൂട്ട് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഗ്രാവിറ്റി എന്നുള്ള ആട്രിബ്യൂട്ട് എടുക്കുക. അതിൽ സെന്റർ ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നമുക്ക് അതിന്റെ സെന്റർ പൊസിഷനിലോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിന് നമുക്ക് അതിന്റെ സൈസ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ടെക്സ്റ്റ് സൈസ് 14 ആണ് ഉള്ളത്. അത് മാറ്റിയിട്ട് ഞാൻ 24ലേക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, 24ൽ സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിന്റെ കൺസ്ട്രെയിൻ ലേഔട്ടിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പൊ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് മാറ്റി കഴിഞ്ഞാൽ ഇപ്പൊ വൈറ്റ് കളറിനേക്കാളും കുറച്ചുകൂടെ നല്ല വ്യക്തമായിട്ട്, അല്ലെങ്കിൽ ഒരു യൂസർക്ക് കാണുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു എക്സ്പീരിയൻസ് ആക്കി മാറ്റാൻ പറ്റും. അതിന്റെ വിഷ്വൽ എക്സ്പീരിയൻസ് ആക്കി മാറ്റാൻ പറ്റും. നല്ലൊരു എക്സ്പീരിയൻസിലേക്ക് മാറ്റാൻ പറ്റും. അപ്പൊ അതിനുവേണ്ടി നമുക്ക് കൺസ്ട്രെയിൻ ലേഔട്ടിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ആട്രിബ്യൂട്ട് സെലക്ട് ചെയ്യുക. പക്ഷെ ഞാൻ ഇവിടെയുള്ള ഒരു ബേസിക് കളർ തന്നെയാണ് കൊടുക്കുന്നത്. ടീൽ 200. ഓക്കെ, അപ്പൊ നേരത്തെയുള്ള ആ കളറിനേക്കാളും കുറച്ചുകൂടെ വ്യക്തമാണ്, കുറച്ചുകൂടെ നല്ലൊരു കുളിർമ, അല്ലെങ്കിൽ എന്താ പറയാ, ആ ഒരു നല്ല രീതിയിലാണ് ഇപ്പോൾ നമുക്ക് അതിന്റെ വിഷ്വൽ കാണാൻ പറ്റുന്നത്. അപ്പൊ ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്ക് ബട്ടൺ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കോമൺ സെക്ഷനിൽ ബട്ടൺ അല്ലെങ്കിൽ ബട്ടൺസ് എന്നുള്ള കാറ്റഗറിയിൽ തന്നെ നമുക്ക് ബട്ടൺ അവൈലബിൾ ആണ്. അപ്പോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നമ്മുടെ സ്ക്രീനിലേക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടി അതിന്റെ സൈസ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി അതിന്റെ ആദ്യം നമ്മൾ കൺസ്ട്രെയിൻ ആണ് സെറ്റ് ചെയ്യുന്നത്. ടോപ്പ് കൺസ്ട്രെയിൻ, അതുപോലെ തന്നെ ലെഫ്റ്റ് കൺസ്ട്രെയിൻ, റൈറ്റ് കൺസ്ട്രെയിൻ. ഓക്കെ, ഇനി അതിന്റെ ഐ ഡി ആണ് സെറ്റ് ചെയ്യുന്നത്. ഐ ഡി നമുക്ക് BTN ക്ലിക്ക് നോക്കാം. BTN ക്ലിക്ക്. ഓക്കെ, BTN ക്ലിക്ക്. ഇനി അതിന് മുകളിലുള്ള കൺഫർമേഷൻ കൊടുക്കുക, റീഫാക്ടർ. ഇനി അതിന് മുകളിലുള്ള കണ്ടന്റ് നമുക്ക് മാറ്റാം. ടെക്സ്റ്റ്. അപ്പോൾ ക്ലിക്ക് മീ എന്നാണ് ഞാൻ കൊടുക്കുന്നത്. ക്ലിക്ക് മീ. ഓക്കെ, അപ്പൊ ഇനി ഒന്നാമത്തെ ബട്ടൺ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി എന്ന് പറയാം. ഇനിയിപ്പോൾ നമുക്ക് രണ്ടാമത്തെ ബട്ടന്റെ കാര്യമാണ് നോക്കാനുള്ളത്. അപ്പൊ വീണ്ടും ഒരു ബട്ടൺ എടുക്കുക, സ്ക്രീനിലേക്ക് ഡിസൈൻ ചെയ്യാം. മുകളിൽ ചെയ്തതുപോലെ രണ്ടാമത്തെ ബട്ടന്റെയും സൈസ് ഒക്കെ നന്നായിട്ട്, രണ്ടാമത്തെ ബട്ടൺ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, രണ്ടാമത്തെ ബട്ടൺ ഒന്നാമത്തെ ബട്ടന്റെ ഏകദേശം അതേ രീതിയിൽ തന്നെ ഹൈറ്റ് വിഡ്ത്ത് നന്നായിട്ട് സെറ്റ് ചെയ്യാം. ഏകദേശം രണ്ട് ബട്ടൺ ഈക്വൽ സൈസിലേക്ക് മാറിയാൽ മാത്രമേ നമുക്ക് സ്ക്രീനിൽ ആ ബട്ടൺസ് കാണുന്ന സമയത്ത് കുറച്ചുകൂടി നല്ല ഒരു എഫക്ഷൻ കിട്ടത്തുള്ളൂ. അപ്പൊ അതിന് കണക്കായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിന്റെ കൺസ്ട്രെയിൻ ഒന്ന് സെറ്റ് ചെയ്യാം. ടോപ്പ്, ലെഫ്റ്റ്, റൈറ്റ്. ഇനി ബട്ടന്റെ
ഐ ഡി ബട്ടണിന് വേണ്ടിയിട്ടുള്ള ഐ ഡി ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. BTN ടാപ്പ് എന്ന് കൊടുക്കാം. BTN ടാപ്പ്. ഓക്കെ, BTN ടാപ്പ്. അപ്പോൾ അതും നമ്മൾ റീഫാക്ടർ സെറ്റ് ചെയ്യാം. ഇനി ഇതിന്റെ മുകളിലുള്ള കണ്ടന്റ് ആണ് മാറ്റേണ്ടത്. നേരത്തെ നമ്മൾ ക്ലിക്ക് മീ എന്നായിരുന്നു കൊടുത്തത്. ഇനിയിപ്പോൾ ഇതിന് നമുക്ക് ടെക്സ്റ്റ് ടാപ്പ് മീ എന്ന് കൊടുക്കാം. ടെക്സ്റ്റ് ടാപ്പ് മീ. ടാപ്പ് മീ. ഓക്കെ, അത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിന്റെ കോഡിങ്ങിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ 2 ബട്ടൺസ് ഡിസൈൻ ചെയ്തു. അതിന്റെ മറ്റു ആട്രിബ്യൂട്ടുകൾ ID, അതുപോലെ തന്നെ കൺസ്ട്രെയിൻ വിഡ്ജറ്റ്, അതുപോലെ ടെക്സ്റ്റ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ രണ്ടാമത്തെ ബട്ടൺ, അതായത് ബട്ടൺ ടാപ്പ് എന്നുള്ള ബട്ടണിന്റെ കേസിൽ നമ്മൾ കാര്യങ്ങളൊക്കെ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ കോഡിങ്ങിലേക്ക് കടക്കാം. കോഡിങ്ങിന് വേണ്ടി നമ്മൾ മെയിൻ ആക്ടിവിറ്റി .kt കോട്ട്ലിൻ ഫയലിലേക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്നത് നമ്മുടെ മെയിൻ ആക്ടിവിറ്റി .kotlin എന്ന് പറയുന്ന കോട്ട്ലിൻ ഫയലിലാണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ബട്ടണിന് വേണ്ടിയിട്ടുള്ള കോഡിങ്സും സെറ്റ് ചെയ്യാം. ഒന്നാമത്തെ ബട്ടൺ എന്താണ്, ബട്ടൺ ക്ലിക്ക് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്ന നമ്മുടെ ക്ലാസ് ഫയലിൽ BTN ക്ലിക്ക്. അപ്പോൾ BTN എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ IDയുടെ ഭാഗമായിട്ട് നമ്മുടെ ക്ലിക്ക് എന്നുള്ള ബട്ടൺ ID നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡോട്ട് സെറ്റ് ഓൺ ക്ലിക്ക് ലിസണർ. ഓൺ ക്ലിക്ക് ലിസണർ എന്നുള്ള ഇവന്റ് ആണ്, അല്ലെങ്കിൽ ഇന്റർഫേസ് അല്ലെങ്കിൽ ഇവന്റ് ആണ് നമ്മുടെ സിംഗിൾ ക്ലിക്ക് എന്നുള്ള ഒരു തവണ മാത്രം നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ആക്ഷൻ ആണ് നടക്കേണ്ടത്, എന്ത് ആക്ടിവിറ്റീസ് ആണ് നടക്കേണ്ടത്, ഈ കാര്യങ്ങൾ കൊടുക്കുന്നത് നമ്മുടെ സെറ്റ് ഓൺ ക്ലിക്ക് ലിസണർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന് കൂടിയാണ്. അത് സെലക്ട് ചെയ്യാം. ശേഷം നമുക്ക് ഇവിടെ ടോസ്റ്റ് മെസ്സേജ് ആണ് നമ്മൾ പ്രിന്റ് ചെയ്യിപ്പിക്കുന്നത്. ടോസ്റ്റ് മെസ്സേജ് അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ഒരു പ്രോഗ്രാമിൽ സ്നാക്ക് ബാറൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ടോസ്റ്റ് മെസ്സേജ് ആണ്. ടോസ്റ്റ് ഡോട്ട് മേക്ക് ടെക്സ്റ്റ്. അപ്പൊ അതിൽ ആദ്യത്തെ പാരാമീറ്റർ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ദിസ് കീവേഡ് ആണ്. കണ്ടെക്സ്റ്റ്, അതായത് നമ്മുടെ സ്ക്രീനിന്റെ ഇപ്പോൾ ഉള്ള മെയിൻ ആക്ടിവിറ്റിയുടെ ഇൻസ്റ്റൻസ് ആണ്. സോ ദിസ് കോമ. ഇനി അടുത്ത മെസ്സേജ് ആണ്. മെസ്സേജ് എന്ന് പറയുമ്പോൾ യു ക്ലിക്ഡ് മീ എന്നുള്ള മെസ്സേജ് കൊടുക്കാം. ഓക്കെ, യു ക്ലിക്ഡ് മീ. 2 കാര്യങ്ങളല്ലേ നമ്മൾ ചെയ്യുന്നത്. ഒന്ന് ബട്ടൺ ക്ലിക്ക് ആണ്, അപ്പോൾ ക്ലിക്ഡ് മീ എന്ന് കൊടുക്കാം. രണ്ടാമത്തെ ബട്ടന്റെ കേസിൽ ടാപ്പിംഗ് ആണ്, അപ്പോൾ യു ടാപ്പ് മീ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ യു ക്ലിക്ഡ് മീ. കുറച്ച് അനിമേറ്റഡ് അല്ല, കുറച്ചുകൂടെ സ്റ്റൈൽഫുൾ ആയിട്ട് കൊടുക്കാം. യു ക്ലിക്ഡ് മീ. അതിനുശേഷം അടുത്ത പാരാമീറ്റർ ഡ്യൂറേഷൻ ആണ്. ടോസ്റ്റ് ഡോട്ട് ലെങ്ത് ലോങ് നമുക്ക് കൊടുക്കാം. ലെങ്ത് ലോങ്. ഷോർട്ട് എന്ന് പറയുമ്പോൾ വളരെ കുറഞ്ഞ സമയം മാത്രമേ, ഒരു 1-2 സെക്കൻഡ് കഷ്ടി അത്ര മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ ലോങ് കൊടുക്കുക, ലെങ്ത് ലോങ്. അതാകുമ്പോൾ ഒരു 3 സെക്കൻഡോളം നമുക്ക് സ്ക്രീനിൽ അത് അവൈലബിൾ ആവും. ഇനി അവസാനം ഡോട്ട് ഷോ എന്നുള്ള ഫംഗ്ഷൻ വിളിക്കുക. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ബട്ടൺ ക്ലിക്ക് എന്ന് പറയുന്ന ഒന്നാമത്തെ ബട്ടന്റെ ആക്ഷൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ രീതിയിൽ രണ്ടാമത്തെ ബട്ടന്റെ, അതായത് ടാപ്പിംഗ് ആക്ഷൻ കൂടെ നമുക്ക് കൊടുക്കാം. BTN ടാപ്പ് എന്നുള്ള ബട്ടൺ ID വിളിക്കുക. ഡോട്ട് ഇവിടെ നമ്മൾ കൊടുക്കേണ്ട ആക്ഷൻ എന്ന് പറയുന്നത് ക്ലിക്ക് മീ അല്ല, പകരം ലോങ് ക്ലിക്ക് ആണ്. സെറ്റ് ഓൺ ക്ലിക്ക് ലിസണറിന് പകരം ഇവിടെ നമ്മൾ വിളിക്കേണ്ടത് സെറ്റ് ലോങ് ക്ലിക്ക് ലിസണർ ആണ്. ഓക്കെ, ലോങ് ക്ലിക്ക് ലിസണർ നമ്മൾ വിളിച്ചാൽ മാത്രമേ എന്താവുള്ളൂ, നമുക്ക് ടാപ്പിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ബട്ടന്റെ അല്ലെങ്കിൽ ഒരു കൺട്രോളിന്റെ മുകളിൽ 1-2-3 സെക്കൻഡ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന സമയത്താണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് സെറ്റ് ഓൺ ലോങ് ക്ലിക്ക് ലിസണർ ആണ്. അപ്പോൾ അവിടെ നമുക്ക് വീണ്ടും നമുക്ക് കാര്യങ്ങൾ കൊടുക്കാം. ടോസ്റ്റ് മെസ്സേജിനാണ് കൊടുക്കുന്നത്. ടോസ്റ്റ് ഡോട്ട് മേക്ക് ടെക്സ്റ്റ്. അതിൽ ദിസ് കോമ മെസ്സേജ് കൊടുക്കാം. മെസ്സേജ് യു ടാപ്ഡ് മീ. ഡ്യൂറേഷൻ കൊടുക്കാം. ടോസ്റ്റ് ഡോട്ട് ലെങ്ത് ലോങ് തന്നെ കൊടുക്കാം. ഡോട്ട് ഷോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ബട്ടൺ ടാപ്പിന്റെ കേസും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സെറ്റ്
ഓൺ ലോങ് ക്ലിക്ക് ലിസണർ. ഇവിടെ ഒരു എറർ കാണുന്നുണ്ട്. എറർ എന്ന് പറയുന്നത് റിക്വയർഡ് ബൂളിംഗ് ഫൗണ്ട് യൂണിറ്റ്. ഓക്കെ, റിക്വയർഡ് ബൂളിംഗ്, അതായത് സെറ്റ് ഓൺ ക്ലിക്ക് ലിസണറിനെ സംബന്ധിച്ചിടത്തോളം അത് കോൾ ചെയ്ത് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ആക്ഷൻ ഫിനിഷ് ആയി. പക്ഷേ ലോങ് ക്ലിക്ക് ലിസണറിന്റെ കേസിൽ നമുക്ക് എപ്പോഴും ഒരു റിട്ടേണിംഗ് ഉണ്ടാവും. ആ റിട്ടേണിംഗ് ട്രൂ ആയിരിക്കാം അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. നമ്മുടെ ആക്ഷൻ കംപ്ലീറ്റഡ് ആണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് ട്രൂ ആണ്. ഓക്കെ, ട്രൂ കൊടുത്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് റെസ്പോണ്ട് ചെയ്യുള്ളൂ. സോ ട്രൂ എന്ന് കൊടുക്കാം. അപ്പോൾ ട്രൂ എന്ന് കൊടുക്കുന്ന സമയത്ത് സെറ്റ് അതിന്റെ റിട്ടേണിങ് സെറ്റ് ലോങ് ക്ലിക്ക് ലിസണർ തന്നെയായിരിക്കും. അപ്പൊ അത് അവിടെ ഒരു ചെറിയൊരു ഹിന്റ് ആയിട്ട് അവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകിൽ റിട്ടേൺ ട്രൂ എന്ന് കൊടുക്കാം അല്ലെങ്കിൽ ട്രൂ എന്ന് കൊടുക്കാം. റിട്ടേൺ ട്രൂ, ഈ രീതിയിലായാലും കുഴപ്പമില്ല. റിട്ടേൺ ഓൺ ക്ലിക്ക് ലിസണർ ട്രൂ, ഏത് രീതിയിൽ വേണമെങ്കിലും കൊടുക്കാം. ട്രൂ എന്ന് മാത്രമായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ലോങ് ക്ലിക്ക് ലിസണർ ട്രൂ. അപ്പൊ ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആണെന്ന് പറയാം. കാരണം നമ്മൾ രണ്ട് കാര്യങ്ങൾക്കാണ് ഈ ഒരു പ്രോഗ്രാമിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഒന്ന് ബട്ടൺ കൺട്രോളിന്റെ ക്ലിക്ക് ഇവന്റ്, അതുപോലെ ലോങ് ക്ലിക്ക് ഇവന്റ്. ഓക്കെ, ക്ലിക്ക് ഇവന്റ് അതുപോലെ തന്നെ ലോങ് ക്ലിക്ക് ഇവന്റ്, ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കോഡിങ് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തത് ക്ലിക്ക്, രണ്ടാമത്തത് ലോങ് ക്ലിക്ക് ലിസ്റ്റ്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഇതിന്റെ ഓപ്പറേഷൻ ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ മെയിൻ ആക്ടിവിറ്റിയിലേക്ക് പോവുക. ശേഷം നമ്മുടെ എമുലേറ്റർ ഒന്ന് റൺ ചെയ്യാം. അപ്പോൾ എമുലേറ്റർ റൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ റൺ ആപ്പ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എമുലേറ്ററിലേക്ക് ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ ഇവന്റ് ഹാൻഡ്ലിംഗ് ആപ്പ് എന്നാണ്. അപ്പോൾ അത് അവിടെ ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് ബട്ടൺസ് ആയിരുന്നു നമ്മൾ ഡിസൈൻ ചെയ്തിരുന്നത്. അപ്പോൾ രണ്ട് ബട്ടൺസ്, ഒന്ന് ക്ലിക്ക് മീ, മറ്റൊന്ന് ടാപ്പ് മീ. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം, ഓപ്പറേറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്ലിക്ക് മീ. ഓക്കെ, യു ക്ലിക്ക്ഡ് മീ എന്നുള്ള മെസ്സേജ് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റി, ടോസ്റ്റ് മെസ്സേജ് ആയിട്ട് കാണാൻ പറ്റി. ഇനി നെക്സ്റ്റ് വണ് ടാപ്പ് മീ ആണ്. ടാപ്പ് മീയുടെ കേസിൽ നമ്മൾ ലോങ് ക്ലിക്ക് ലിസണറാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്ത് റിലീസ് ചെയ്തുകൊണ്ട് കാര്യമില്ല, ഒരു 2-3 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കാം. ഓക്കെ, യു ടാപ്ഡ് മീ എന്നുള്ള മെസ്സേജ് നമുക്ക് ടോസ്റ്റ് മെസ്സേജ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, യു ക്ലിക്ക്ഡ് മീ, അതുപോലെ യു ടാപ്പ് മീ. ഓക്കെ, യു ടാപ്ഡ് മീ. ഇത്രയും വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം കംപ്ലീറ്റ് ആയെന്ന് പറയാം. ഇനി നമുക്ക് എമുലേറ്റർ, ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എമുലേറ്റർ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, എമുലേറ്റർ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനും അപ്ഡേറ്റ്സിനുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക.